വെൽക്കം ടു ജോളിസ് കുലീന. ഇത് ജോളിസ് കുലീനയിൽ ഞാൻ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊരു അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം പച്ചമുളകും 100 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് നമുക്കിതിന് വേണ്ടത്. ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ പച്ചമുളകായിട്ട് എടുത്ത് അതിൻ്റെ മധ്യഭാഗത്ത് ചെറിയ ഓരോ കീറൽ കൊടുക്കാം. ഓരോ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. കണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ മുഴുവൻ പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെയാണ് ചെറിയ ഉള്ളി മധ്യഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എല്ലാ പീസും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ പച്ചമുളകും ചെറിയുള്ളിയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുക്, ഉലുവ ഇത് രണ്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടണം, ഉലുവ മൂക്കുകയും വേണം. കണ്ടോ, നന്നായിട്ട് ഇത് രണ്ടും മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാൻ 100 ഗ്രാമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകാണ്. നമ്മളിത് അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മുളകിന് എരിയ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ അച്ചാറിന്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ടിത് വഴറ്റി വരണം. ഒരുപാട് വഴറ്റി വരണ്ട. അതായത് ഉള്ളിയുടെ ഭാഗങ്ങൾ അതിൽ നിന്ന് ഇളകി പോകരുത്. ആ രീതിക്കാണ് ഇത് വഴറ്റി എടുക്കേണ്ടത്. ഉള്ളിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാം. കൂടുതൽ ദിവസം വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായി വഴറ്റി നമ്മളിതിൽ നിന്ന് എടുക്കുകയാണ്. ഇതുപോലെ നീളമുള്ള പച്ചമുളകാണ് നല്ലത്, ചെറിയ പച്ചമുളകല്ല. ഇങ്ങനത്തെ ഈ ടൈപ്പ് പച്ചമുളകാണ് നമുക്ക് ഈ അച്ചാറുണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് സിമ്മിൽ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ആ സമയം ഇതിലെ പുളി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 1-1.5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. ഉണ്ടോ, പുളി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളം വേണം, അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അതിലോട്ട് പിടിച്ച് വരാനായിട്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൽ കറക്റ്റ് വേവിന് വന്നിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കായം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് ചെറിയ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വീഡിയോസ് കാണാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് and share. Thank you.